ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കരായിട്ടിരിക്കുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്വഞ്ചർ ഇൻ ദ വുഡ്സിലെ ആക്ടിവിറ്റീസ് ആയിരുന്നു. മീനിങ്സ് ഒക്കെ നോട്ടിൽ എഴുതി പഠിച്ചു. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. 4 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നോട്ടിൽ എഴുതി. ബാക്കി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണെന്ന് നോക്കാനുള്ളത്. അപ്പോൾ ടൈം കളയാണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. Okay, all of you take your textbook, page number 16 എടുക്കൂ. പേജ് നമ്പർ 16 നമ്മൾ ഇന്നലെ 4th ക്വസ്റ്റ്യൻ ആൻസർ നോട്ടിൽ എഴുതി കഴിഞ്ഞല്ലേ. ഇനി 5th വൺ ആണ് ഇന്ന് എഴുതേണ്ടത്. Why did the landslip happen in the valley in the previous year? Why did the landslip happen in the valley the previous year? Previous yearൽ എന്തായിരുന്നു ആ വാലിയിൽ സംഭവിച്ചത്? ലാൻഡ്സ്ലിപ്പ് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് നമ്മൾ സ്റ്റോറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു? ലാൻഡ്സ്ലിപ്പ് ഹാപ്പൻ ഇൻ ദ വാലി ദ പ്രീവിയസ് ഇയർ ബിക്കോസ് ദേ ആർ വെറൻ enough trees on the hilltop to keep the soil together. Why do you think the town was called Kandar? Find out yourself. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഹോംവർക്ക് ആയിട്ട് നോട്ടിൽ എഴുതേണ്ടതാണ്. Why do you think the town was called Kandar? Find out yourself. നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ആൻസർ ആയിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, tick the statements that are true and cross the false one. True or false ആണ്. നോക്കി സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം വായിക്കാം. The smugglers thought that ghosts had taken away their tools. Cutting trees will cause landslips. Mr. Narayan was a businessman. Kandar was a seaside town. ഫസ്റ്റ് വൺ എന്താണ്? ദ സ്മഗ്ലേഴ്സ് തോട്ട് ദാറ്റ് ഗോസ്റ്റ് ഹാഡ് ടേക്കൺ അവേ ദെയർ ടൂൾസ്. സ്മഗ്ലേഴ്സ് എന്താണ് വിചാരിച്ചത്? അവരുടെ ടൂൾസ് ഗോസ്റ്റ് വന്ന് ഹൈഡ് ചെയ്തതാണ്, കൊണ്ടുപോയെന്നാണ് വിചാരിച്ചത്. ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, ട്രൂ ആണ് അല്ലേ. നെക്സ്റ്റ് വൺ, കട്ടിംഗ് ട്രീസ് വിൽ കോസ് ലാൻഡ്സ്ലിപ്പ്. കട്ടിംഗ് ട്രീസ് വിൽ കോസ് ലാൻഡ്സ്ലിപ്പ്. മരങ്ങൾ മുറിക്കുന്നത് കൊണ്ട് ലാൻഡ്സ്ലിപ്പ് സംഭവിക്കുന്നു. ട്രൂ. ഓക്കെ, ട്രൂ ആണ്. തേർഡ് വൺ, മിസ്റ്റർ നാരായൺ വാസ് എ ബിസിനസ് മാൻ. മിസ്റ്റർ നാരായൺ ആരായിരുന്നു? നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നുണ്ടല്ലേ, ജേർണലിസ്റ്റ് ആണ്. ജേർണലിസ്റ്റ് ആണ് മിസ്റ്റർ നാരായൺ. അപ്പോൾ ബിസിനസ് മാൻ അല്ല, അപ്പോൾ ഫോൾസ് ആണ്. മിസ്റ്റർ നാരായൺ വാസ് എ ബിസിനസ് മാൻ. ഫോൾസ്. കാന്തർ വാസ് എ സീസൈഡ് ടൗൺ. കാന്തർ എന്ന് പറയുന്നത് സീസൈഡിന്റെ ടൗൺ ആണോ? സീസൈഡ് ടൗൺ ആണോ? അല്ല അല്ലേ. ഫോൾസ്. കാന്തർ വാസ് എ സീസൈഡ് ടൗൺ. സ്റ്റേറ്റ്മെന്റ് ഈസ് false. Okay. Next, vocabulary. In each of the sets below, circle the word that does not belong to the group. Okay, കുറച്ച് sets of words ആണ് തന്നിട്ടുള്ളതിൽ. ഈ ഗ്രൂപ്പിന് മാച്ച് ആവാത്തതിന് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ. വില്ലേജ്, ടൗൺ, സിറ്റി, ഫോറസ്റ്റ്. വില്ലേജ്, ടൗൺ, സിറ്റി, ഫോറസ്റ്റ്. ഇതിലേതാണ് മാച്ച് മിസ് മാച്ച്? ഫോറസ്റ്റ് ആണ് അല്ലേ മാച്ച് ആവാത്തത്. ഫോറസ്റ്റ്. അപ്പോൾ ഇതാണ് സർക്കിൾ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, ബ്രൂക്ക്, സ്ട്രീം, റിവർ, വെൽ. ബ്രൂക്ക്, സ്ട്രീം, റിവർ ഇതൊക്കെ ഒരു കാറ്റഗറിയിലുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൽ വെല്ലാണ് മാച്ച് ആകാത്തത്. തേർഡ് വൺ, എൽഫ്, ഫെയറി, ഏഞ്ചൽ, എലിഫന്റ്. എൽഫ്, ഫെയറി, ഏഞ്ചൽ, എലിഫന്റ്. എലിഫന്റ് ആണ് സർക്കിൾ ചെയ്യേണ്ടത്. നൈഫ്, ആക്സ്, സോ, ലാൻറ്റേൺ. നൈഫ്, ആക്സ്, സോ, ലാൻറ്റേൺ. ലാൻറ്റേൺ ആണ് സർക്കിൾ ചെയ്യേണ്ടത്. ഫിഫ്ത്ത് വൺ, സെഡ്, വിസ്പേർഡ്, ഷൗട്ടഡ്, ഷിവേർഡ്. സെഡ്, വിസ്പേർഡ്, ഷൗട്ടഡ്, ഷിവേർഡ്. ഷിവേർഡ് ആണ് സർക്കിൾ ചെയ്യേണ്ടത്. ഓക്കെ, പെൻസിൽ യൂസ് ചെയ്ത് ഇതുപോലെ സർക്കിൾ ചെയ്യുക. ഫ്ലോട്ട്, എർത്ത്, ലാൻഡ്സ്ലിപ്പ്, മൺസൂൺ. ഫ്ലോട്ട്, എർത്ത്, ലാൻഡ്സ്ലിപ്പ്, മൺസൂൺ. മൺസൂൺ സർക്കിൾ ചെയ്യുക. സെവൻത് വൺ, മൗണ്ടെയിൻ, ഹിൽ, ക്ലിഫ്, ടവർ. മൗണ്ടെയിൻ, ഹിൽ, ക്ലിഫ്, ടവർ. ടവർ. Okay. Last one, next, previous, last, fast. Next, previous, last. Fast ആണ് സർക്കിൾ ചെയ്യേണ്ടത്. ഓക്കെ,
Then filling the opposites of the highlighted words from the story. Use them to fill the blanks. Okay. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു എന്താണ്, ഒരു സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ഇവിടെ നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. എ മങ്കി കനോട്ട് സിറ്റ് ഓൺ എ തിൻ ബ്രാഞ്ച്. ഇറ്റ് സിറ്റ്സ് ഓൺ എ ഡാഷ് ബ്രാഞ്ച്. തിന്ന് ഓപ്പോസിറ്റ് വേർഡ് തിക്ക്. തിൻ തിക്ക്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? തിക്കാണ്. എ മങ്കി കനോട്ട് സിറ്റ് ഓൺ എ തിൻ ബ്രാഞ്ച്. ഇറ്റ് സിറ്റ്സ് ഓൺ എ thick branch. Okay. The park is near the school. Near. My house is dash from the school. The park is near the school. My house is near far. Far. Far from the school. I dashed my pencil yesterday. I found it today in the drawer. I lost my pencil yesterday. Lost ആണ് ഇവിടെ എഴുതാനുള്ളത്. I found it today in the drawer. Trade means buying and dash goods. Trade means buying and selling. Buying, selling goods. അപ്പോൾ ഇവിടെ selling. Okay, last one. This plate is dirty. This plate is dirty. Dirty. Dirty യുടെ opposite എന്താണ്? Clean. Give me a dash one. Give me a clean one. ഇവിടെ clean ആണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ this plate is dirty. Give me a clean one. അപ്പോൾ ഇതുപോലെ പെൻസിൽ യൂസ് ചെയ്ത് ഇവിടെ fill ചെയ്യുക. ഓക്കെ. Okay, all of you take your notebooks. Fourth question വരെ നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. Question and answer. Fifth one ആണ്. Why did the landslip happen in the valley the previous year? Answer. The landslip happened in the valley the previous year because there were not enough trees on the hilltop to keep the soil together. Sixth one. Why do you think the town was called Kandar? Find out yourself. അപ്പോൾ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ആൻസർ എഴുതുക. Okay, next up, filling the opposites of the highlighted words from the story. Use them to fill the blanks. First one. A monkey cannot sit on a thin branch. It sits on a thin opposite thick. Thick branch. The park is near the school. My house is near far. Far from the school. I dashed my pencil yesterday. I found it today in the drawer. I lost my pencil yesterday. I found it today in the drawer. Fourth one. Trade means buying, selling. Buying and selling goods. This plate is dirty. Give me a dash one. Dirty opposite word clean. Yes. അപ്പോൾ ഇവിടെ എന്താണ്? ക്ലീൻ ആണ് എഴുതേണ്ടത്. ക്ലീൻ വൺ. ദിസ് പ്ലേറ്റ് ഈസ് ഡേർട്ടി. ഗിവ് മീ എ ക്ലീൻ വൺ. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഹൗ ആർ യു ഓൾ? ഫൈൻ. ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? യെസ്. Okay, good children. Today we are going to learn computer. Last class we learned a lesson more about keyboard. Last class നമ്മൾ പഠിച്ച ലെസൺ ഏതായിരുന്നു? more about keyboard. കീബോർഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. കീബോർഡിൽ ഏതൊക്കെ കീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആൽഫബറ്റ് കീ, നമ്പർ കീ, ആരോ കീ, ഫംഗ്ഷൻ കീസ്, then സ്പെഷ്യൽ കീസ്. അതിലെന്താ നമ്മൾ ഓരോ കീസിന്റെ യൂസസ് ഒക്കെ പഠിച്ചു. കുറച്ച് സ്പെഷ്യൽ കീസിന്റെ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ പഠിച്ചു, എക്സാമ്പിൾസ് പഠിച്ചു. അപ്പൊ അതിൽ ഓരോ സ്പെഷ്യൽ കീസിന്റെയും യൂസ് എന്താണ് എന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റിലേക്ക് പോയാലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെയായിരുന്നു പഠിച്ചത്? സ്പെഷ്യൽ കീസിന്റെ പേരുകൾ വരെ പഠിച്ചു. എന്നിട്ട് ഇനി എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ്? അതിൽ ഓരോ സ്പെഷ്യൽ കീസിന്റെ യൂസ് എന്താണെന്നാണ് പഠിക്കുന്നത്. ഓക്കെ. Let us now learn about special keys. The first one is backspace key.
അപ്പോൾ എന്താണ് നമ്മളിന്ന് പഠിക്കുന്നത് ബാക്ക് സ്പേസ് കീയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബാക്ക് സ്പേസ് കീ ഈസ് യൂസ്ഡ് ടു എറേസ് എനിത്തിങ് ടൈപ്ഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ. സപ്പോസ് യു ഹാവ് ടൈപ്ഡ് ലോക്ക് LOCKK. Now you want to erase the extra K. You can erase it simply by pressing the backspace key once. എന്താണ് നമ്മൾ backspace key is used to erase anything typed on the left side of the cursor. കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏതെങ്കിലും ലെറ്ററോ നമ്പറോ ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏത് കീയാണ് യൂസ് ചെയ്യുന്നത്? ബാക്ക് സ്പേസ് കീയാണ് യൂസ് ചെയ്യുന്നത്. ലോക്ക് എന്നുള്ളത് ഒരു കെ എക്സ്ട്രാ വന്നേക്കുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഈ ബാക്ക് സ്പേസ് കീ ഒന്ന് പ്രസ് ചെയ്താൽ ഈ കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. Now you want to erase the extra k, you can erase it simply by pressing the backspace key once. ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു, അത് കഴിഞ്ഞ് എന്താ കഴ്സർ വന്നിട്ടുണ്ട്. അപ്പം കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്തത് ഒരു 6 എക്സ്ട്രാ വന്നിരിക്കുന്നു. അപ്പോൾ എന്താ നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രാ 6 വന്നത് ഡിലീറ്റ് ആവും. ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏതെങ്കിലും ലെറ്ററോ നമ്പറോ ഒക്കെ ഡിലീറ്റ് ചെയ്യാനാണ് എന്താ ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാപ്സ് ലോക്ക് കീ. ഇതൊരു സ്പെഷ്യൽ കീ ആണ്. ക്യാപ്സ് ലോക്ക് കീ ഒരു ഈസ് എ സ്പെഷ്യൽ കീ. വെൻ യു ടൈപ്പ് സംതിങ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ സ്മോൾ ലെറ്റേഴ്സ് ഓൺ ദ സ്ക്രീൻ. സപ്പോസ് യു വാണ്ട് ടു ടൈപ്പ് യുവർ നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, you need the help of a special key called caps lock key. When you press the caps lock key, a small light glows on the top right corner of the keyboard. It shows that the caps lock key is on. എന്താണ്? When you type something, it appears in small letters on the screen. നമ്മൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത്, സ്മോൾ ലെറ്റേഴ്സ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്തത്. സപ്പോസ് you want to type your name in capital letters. നമ്മുടെ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്യണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യു നീഡ് ദ ഹെൽപ്പ് ഓഫ് എ സ്പെഷ്യൽ കീ കോൾഡ് ക്യാപ്സ് ലോക്ക് കീ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു സ്പെഷ്യൽ കീയുടെ യൂസ് ഉണ്ട്. ഏത് സ്പെഷ്യൽ കീയുടെ യൂസാണ്? ക്യാപ്സ് ലോക്ക് കീയുടെ യൂസാണ് ഉള്ളത്. എന്താണ്? വെൻ യു പ്രസ് ദ ക്യാപ്സ് ലോക്ക് കീ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രസ് ചെയ്യണം, ക്യാപ്സ് ലോക്ക് കീ പ്രസ് ചെയ്യണം. എന്നിട്ടോ എ സ്മോൾ ലൈറ്റ്, അപ്പോഴെന്ത് സംഭവിക്കും? എ സ്മോൾ ലൈറ്റ് ഗ്ലോസ് ഓൺ ദ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദി കീബോർഡ്. കീബോർഡിൻ്റെ റൈറ്റ് കോർണറിൽ ഒരു സ്മോൾ ലൈറ്റ് തിളങ്ങും. എവിടെ? കീബോർഡിൻ്റെ റൈറ്റ് സൈഡിൽ. ഓൺ ദ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദ കീബോർഡ് ഇറ്റ് ഷോസ് ദാറ്റ് ദ ക്യാപ്സ് ലോക്ക് കീ ഈസ് ഓൺ. ആ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ എന്താ ക്യാപ്സ് ലോക്ക് കീ ഓണായി കഴിഞ്ഞു എന്ന് മനസ്സിലാവും. ക്യാപ്സ് ലോക്ക് കീ ഈസ് യൂസ്ഡ് ടു റൈറ്റ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപ്സ് ലോക്ക് കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്യാപ്സ് എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ അടുത്ത് നമ്മൾ ക്യാപ്സ് ലോക്ക് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ വന്നു. ലോക്ക് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ വന്നു. Remember, you can write in capital letters when the caps lock key is on. To type in small letters again, you have to turn off the caps lock key by pressing it again. എന്താണ്? നമ്മളിപ്പോൾ ക്യാപ്സ് ലോക്ക് കീ ഓൺ ആക്കി നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് വീണ്ടും പ്രസ് ചെയ്യണം. വീണ്ടും പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ പറ്റും. സ്പേസ് ബാർ കീ. അടുത്ത എന്താണ്? സ്പേസ് ബാർ കീ. സപ്പോസ് യു വാണ്ട് ടു റൈറ്റ് മൈ കമ്പ്യൂട്ടർ, യു നീഡ് ടു പ്രസ് ദ സ്പേസ് ബാർ കീ ടു ഗീവ് ദ ബ്ലാങ്ക് സ്പേസ് ബിറ്റ്വീൻ 2 വേർഡ്സ്. സ്പേസ് ബാർ കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതാ നോക്കൂ, മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 2 വേർഡാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് സ്പേസ് വേണമല്ലോ. ആ സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ബാർ കീ യൂസ് ചെയ്യുന്നത്. സ്പേസ് ബാർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ രണ്ട് വേർഡ് ആയിട്ട് വരും. സ്പേസ് ബാർ എന്നുള്ളത് 2 വേർഡായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതെന്താണ്? സ്പേസ് ബാർ കീ ആണ് അതിന് യൂസ് ചെയ്യുന്നത്. Remember, space bar key is the longest key on the keyboard. You can give any number of space between words by pressing space bar key for the required number of times.
ഇതെന്താണ്? സ്പേസ് ബാർ കീ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് കീ ഓൺ ദ കീബോർഡാണ്. വളരെ നീളമുള്ള ഒരു കീ ആണ്. കീബോർഡിൽ വളരെ നീളമുള്ള കീ ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് സ്പേസ് കൊടുക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം ടൈപ്പ് ചെയ്യുന്നോ അതിന് ആവശ്യമായിട്ടുള്ള എത്ര സ്പേസ് വേണമെങ്കിലും നമുക്ക് ഇതിൽ സ്പേസ് ബാർ കീ ഉപയോഗിച്ച് സ്പേസ് കൊടുക്കാൻ പറ്റും. ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ന്യൂമറിക് കീപാഡ് ഈസ് പ്രസൻറ്റ് ഓൺ ദ ഡാഷ് ഓഫ് ദ കീബോർഡ്. ഇവിടെ ഡാഷ് ഉണ്ട്, ഡാഷ് മിസ്സിംഗ് ആണ്. അപ്പം നമ്മൾ എന്താ ഡാഷ് ഇട്ട് കൊടുക്കണം കേട്ടോ. ന്യൂമറിക് കീപാഡ് ഈസ് പ്രസൻറ്റ് ഓൺ ദ ഡാഷ് ഓഫ് ദ കീബോർഡ്. ടോപ്പ് ലെഫ്റ്റ് കോർണർ, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. Right side is correct option. We will take right side. Okay, next is key is used to erase anything typed on the left side. ഇവിടെ എന്താ which ചേർക്കണം നമ്മൾ. which key is used to erase anything typed on the left side. ബാക്ക് സ്പേസ് കീ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ബാക്ക് സ്പേസ് കീ ആണ്. അപ്പോൾ ടിക്ക് ദ ബാക്ക് സ്പേസ്. ഓക്കെ, ഇവിടെ എന്താ വിച്ച് ചേർക്കണം. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു എറേസ് എനിത്തിങ് ടൈപ്ഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ബാക്ക് സ്പേസ്. നെക്സ്റ്റ് ഈസ് എൻ്റർ ഓർ റിട്ടേൺ key. Enter or return key is used to move the cursor to the beginning of the next line. For example, you have typed this is enter key. Now you want to go to the next line. Just press the enter key and it takes you to the next line. എന്തിനാണ് നമ്മൾ എൻ്റർ കീ യൂസ് ചെയ്യുന്നത്? നെക്സ്റ്റ് ലൈൻ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഏതാ എൻ്റർ കീ ആണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ ഇതാ ഇവിടെ ഉണ്ട്. യു ഹാവ് ടൈപ്ഡ് ദിസ് ഈസ് എൻ്റർ കീ. എന്താണ്? ടൈപ്പ് ചെയ്തു. ദിസ് ഈസ് എൻ്റർ കീ എന്ന് ടൈപ്പ് ചെയ്തു. നൗ യു വാണ്ട് ടു ഗോ ടു ദ നെക്സ്റ്റ് ലൈൻ. ജസ്റ്റ് പ്രസ് ദ എൻ്റർ കീ ആൻഡ് ഇറ്റ് ടേക്സ് യു ടു ദ നെക്സ്റ്റ് ലൈൻ. അപ്പോൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്തിട്ട് അടുത്ത ലൈൻ ടൈപ്പ് ചെയ്യാൻ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എൻ്റർ കീ പ്രസ് ചെയ്യണം. ആൻഡ് ഇറ്റ് ടേക്സ് യു ടു ദ നെക്സ്റ്റ് ലൈൻ. അപ്പോൾ അത് അടുത്ത ലൈനിലേക്ക് വരും. ഇവിടെ യു ആണ്, YOU, യു ടു ദ നെക്സ്റ്റ് ലൈൻ. ഓക്കെ, അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കണം. ഓക്കെ, നെക്സ്റ്റ് എൻ്റർ കീ ഈസ് ജനറലി മാർക്ക് വിത്ത് ദിസ് സൈൻ. ഓക്കെ, എൻ്റർ കീയിൽ ഇതാ ഇതുപോലെ ഒരു സൈൻ മാർക്ക് ചെയ്തിരിക്കും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എൻ്റർ കീ ആണെന്ന് മനസ്സിലാവും. ഷിഫ്റ്റ് കീ, ഷിഫ്റ്റ് കീ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഹാവ് യു നോട്ടീസ്ഡ് സം കീസ് വിത്ത് 2 ഡിഫറെൻറ്റ് സിമ്പിൾസ് മാർക്ക്ഡ് ഓൺ ഇറ്റ്? ഫോർ എക്സാമ്പിൾ, നോക്കൂ ഇവിടെ ചില കീസിൽ നമ്പറും ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സിമ്പിൾസും ഉണ്ടാവും. ആ നമ്പറിൽ തന്നെ സിമ്പിൾസും ഉണ്ടാവും. കണ്ടോ ഇത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്? ദ അപ്പർ സിമ്പിൾ ഈസ് കോൾഡ് അപ്പർ ക്യാരക്ടർ ആൻഡ് ദ ലോവർ സിമ്പിൾ ഈസ് കോൾഡ് ലോവർ ക്യാരക്ടർ. മുകളിലെ ഒരു കീയുടെ മുകളിലുള്ള സിമ്പിൾസിനെ എന്ത് പറയും? അപ്പർ ക്യാരക്ടർ എന്ന് പറയും. ഇതുപോലുള്ള സിമ്പിൾസ് ആയിരിക്കും അതിലുണ്ടാകുന്നത്. പിന്നെ താഴെയുള്ള സിമ്പിളിനെ ലോവർ ക്യാരക്ടർ എന്ന് പറയും. അതിലിതാ കണ്ടോ നമ്പേഴ്സ്, പിന്നെന്താണ് ഈക്വൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോവർ സിമ്പിളിലുണ്ടാവും. നെക്സ്റ്റ്, ദ ഷിഫ്റ്റ് കീ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ അപ്പർ ക്യാരക്ടർ സിമ്പിൾസ്. To type the upper characters, you have to first press the shift key and while keeping it pressed, you have to press the key that has the upper character. കീയിലുള്ള മുകളിലുള്ള അപ്പർ ക്യാരക്ടർ നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിലാണ് ഷിഫ്റ്റ് കീ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. To type the upper characters, you have to first press the shift key and while keeping it pressed, you have to press the key that has the upper character. നമുക്ക് ഒരു കീയിലുള്ള അപ്പർ ക്യാരക്ടർ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് കീ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഏത് സിമ്പിളാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രസ് ചെയ്യണം. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? അപ്പർ ക്യാരക്ടർ, മുകളിലുള്ള ആ ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ടൈപ്പ് ദിസ് കീ, സീ വാട്ട് യു ഹാവ് ടൈപ്ഡ്, ഇറ്റ് ഈസ് നമ്പർ 4. ഈ കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഏതായിരിക്കും? നമ്പർ 4 ആയിരിക്കും.
റിമൂവ് ദിസ് നമ്പർ ബൈ യൂസിങ് ബാക്ക് സ്പേസ് കീ. ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ബാക്ക് സ്പേസ് കീ നമ്മൾ എന്ത് ചെയ്യും? പ്രസ് ചെയ്യും. നൗ പ്രസ് ദ ഷിഫ്റ്റ് കീ ഫസ്റ്റ് ആൻഡ് വൈൽ കീപ്പിംഗ് ഇറ്റ് പ്രസ്ഡ് പ്രസ് ദിസ് കീ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ നേരത്തെ കാണിച്ച ഈ കീ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ എന്താണ് വരുന്നത്? യു ഹാവ് ടൈപ്പ് ദിസ് സിമ്പിൾ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഈ സിമ്പിൾ കിട്ടും. നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ എന്താണ്? നമ്പർ 4 ആണ് കിട്ടിയത്. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കീപാഡ് പ്രസ് ചെയ്തപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഏതാണ് കിട്ടിയത്? ഈ സിമ്പിൾ കിട്ടി. ആ മുകളിലുള്ള സിമ്പിൾ കിട്ടി. യു ക്യാൻ ഓൾസോ ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസിങ് ദ ഷിഫ്റ്റ് കീ. നമ്മളെന്താ ചില സമയങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ ഷിഫ്റ്റ് കീ യൂസ് ചെയ്യും. സപ്പോസ് യു വാണ്ട് ടു ടൈപ്പ് മൗസ് വൈൽ കീപ്പിംഗ് ദ ഷിഫ്റ്റ് കീ പ്രസ് ദിസ് കീ. എന്താണ് പറയുന്നത്? നമുക്കിപ്പോൾ മൗസ് ടൈപ്പ് ചെയ്യണം, അതിൽ എം ക്യാപിറ്റൽ ലെറ്റർ വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് എം എന്ന കീ നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ലെറ്റർ എം വരും. അപ്പോൾ മൗസിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. നൗ ടൈപ്പ് അതർ ക്യാരക്ടേഴ്സ് വിത്തൗട്ട് പ്രസ്സിങ് ഷിഫ്റ്റ് കീ. ഇനി നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കിട്ടിയല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്രസ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. വെൻ യു നീഡ് ഓൺലി എ സിംഗിൾ ക്യാപിറ്റൽ ലെറ്റർ ഷിഫ്റ്റ് കീ ഈസ് എ ബെറ്റർ ഓപ്ഷൻ ദാൻ ക്യാപ്സ് ലോക്ക് കീ. നമുക്ക് ഇപ്പോൾ ഒരു ലെറ്ററെ ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ? ഷിഫ്റ്റ് കീ ആണ് യൂസ് ചെയ്യേണ്ടത്. അതായിരിക്കും നല്ലത്. ക്യാപ്സ് ലോക്ക് കീയേക്കാളും നല്ലത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാപ്സ് ലോക്ക് കീ ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ലെറ്ററാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ലെറ്ററാണ് വേണ്ടത് അത് ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഡിലീറ്റ് കീ. ഡിലീറ്റ് കീ ഈസ് യൂസ്ഡ് ടു എറേസ് എനിത്തിങ് ടൈപ്ഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ. ഡിലീറ്റ് കീ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റൈറ്റ് സൈഡ്, കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡിലീറ്റ് കീ യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റ് എന്നുള്ളത് എന്താ? നമ്മൾ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും ഡിലീറ്റിൻ്റെ ഇടയിൽ ഒരു കെ വന്നു, ഒരു കെ എന്ന ലെറ്റർ വന്നു. ഡിലീറ്റിൻ്റെ സ്പെല്ലിംഗ് നോക്കൂ, DELET ആണ്. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ കെ വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ കെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. കെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? കെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്? കഴ്സർ കെയുടെ മുന്നിൽ കൊണ്ടുവരണം. അതിനുശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്യണം. അപ്പോൾ എന്താ? കെ അവിടെ നിന്ന് റിമൂവ് ആവും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? ഇവിടെ എന്താണ്? ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് കൊണ്ട് കെ എന്ന ലെറ്ററിന് പകരം IC എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കണം. കെ ആണ് ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുന്ന ലെറ്റർ. അപ്പോൾ IC അല്ല. ഓക്കെ, ഇവിടെ IC മാറ്റിയിട്ട് കെ എഴുതണം. അതുപോലെ ഇവിടെയും കെ എഴുതണം. ഓക്കെ. ഫങ്ഷൻ കീസ്. Look at the top of the keyboard. You see the key marked as F1, F2 up to F12. These keys are called function keys. They are used to perform special function. ഇനി എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഫങ്ഷൻ കീസ് ആണ്. ടോപ്പിൽ കാണും, കീബോർഡിൻ്റെ ടോപ്പിലാണ് ഫങ്ഷൻ കീസ് കാണുന്നത്. F1, F2 അങ്ങനെ തുടങ്ങി F12 വരെ ഫങ്ഷൻ കീസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് എന്താണ് നമ്മൾ പറയുന്നത്? ഫങ്ഷൻ കീസ് എന്ന് പറയുന്നത്. ദേ ആർ യൂസ്ഡ് ടു പെർഫോം സ്പെഷ്യൽ ഫങ്ഷൻ. കുറച്ച് സ്പെഷ്യൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻ കീസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് F1, F2 അങ്ങനെ F12 വരെ ഉണ്ട്. ഫങ്ഷൻ കീസ് ആർ ഓൾസോ യൂസ്ഡ് ആസ് ഷോർട്ട് കട്ട് കീസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു പ്രസ് F1 കീ, വിൻഡോ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് സെൻറ്റർ സ്ക്രീൻ അപ്പിയേഴ്സ് ആസ് ഷോർട്ട്. ഫങ്ഷൻ കീ എന്താണ്? ഷോർട്ട് കട്ട് കീസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു പ്രസ് F1 കീ, എന്നൊരു എക്സാമ്പിളാണ്. F1 കീ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വിൻഡോ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് സെൻറ്റർ സ്ക്രീൻ അപ്പിയേഴ്സ് ആസ് ഷോൺ. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ വിൻഡോസ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് സെൻറ്റർ സ്ക്രീൻ അപ്പിയർ ആവും, കാണാൻ പറ്റും നമുക്ക്. ഫങ്ഷൻ കീസ് ആർ മാർക്ക് ഫ്രം F1 to F12. ഫങ്ഷൻ കീയിൽ എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? F1 മുതൽ F12 വരെയാണ്. കീബോർഡ് മാനേഴ്സ്. ഇനി എന്താണ്?
കുറച്ച് കീബോർഡ് മാനേഴ്സ്, കീബോർഡ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് പഠിക്കുന്നത്. ദ കീബോർഡ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഒരു എസെൻഷ്യൽ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കീബോർഡ്. സോ യു ഷുഡ് യൂസ് ഇറ്റ് വിത്ത് സ്പെഷ്യൽ കെയർ. അതുകൊണ്ട് നമ്മൾ എന്താണ്, സ്പെഷ്യൽ കെയർ കൊടുക്കണം. ടേക്ക് കെയർ ഓഫ് ദ ഫോളോയിങ് തിങ്സ് വൈൽ യൂസിങ് ദ കീബോർഡ്. നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഡു നോട്ട് പുൾ ഓർ പുഷ് ദ കീബോർഡ് ടു ഹാർഡ്. ഇറ്റ് മേ ഡാമേജ് ദ വയർ കണക്റ്റഡ് ടു ദ കീബോർഡ്. എന്താണ്, നമ്മൾ കീബോർഡ് തള്ളുകയോ വലിക്കുകയോ ഒന്നും ചെയ്യരുത്. എന്താണ്, കണക്ഷൻ വിട്ടുപോകും. കീബോർഡും കമ്പ്യൂട്ടറുമായിട്ടുള്ള കണക്ഷൻ ഡാമേജ് വരും. ഡു നോട്ട് കീപ്പ് എനിത്തിങ് ഓൺ ദ കീബോർഡ് സച്ച് ആസ് ബുക്സ് ആൻഡ് CDs. എന്താണ്, നമ്മൾ കീബോർഡിൻ്റെ പുറത്തൊന്നും വയ്ക്കാൻ പാടില്ല. ബുക്കോ CDയോ ഒന്നും വയ്ക്കാൻ പാടില്ല. ഡു നോട്ട് പ്രസ് ദ കീസ് ഓഫ് ദ കീബോർഡ് ടു ഹാർഡ്. വളരെ ബലം കൊടുത്ത് നമ്മൾ കീബോർഡൊന്നും പ്രസ് ചെയ്യാൻ പാടില്ല. വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ കീബോർഡൊക്കെ ടച്ച് ചെയ്യാനുള്ളത്, കീസിലൊക്കെ ടച്ച് ചെയ്യാനുള്ളത്. വൈൽ ടൈപ്പിംഗ് പ്രസ് ദ കീസ് ജെൻ്റ്ലി ആൻഡ് റിമൂവ് യുവർ ഫിംഗർ ക്വിക്ക്ലി ഫ്രം ദ കീ, അതർവൈസ് ദ സെയിം ലെറ്റർ ഈസ് ടൈപ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മൾ എന്താണ്, എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ ആ കീയിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ടൈപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുന്നു. ഇഫ് യു കീപ് ദിസ് കീ പ്രസ്ഡ് ആൻഡ് ഡു നോട്ട് റിമൂവ് യുവർ ഫിംഗർ ഫ്രം ഇറ്റ്, എ ഗെറ്റ്സ് ടൈപ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആസ് ഷോൺ. ഇപ്പോൾ എ എന്ന ലെറ്റർ നമുക്ക് വേണം. അതിൽ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എന്താണ്, വീണ്ടും വീണ്ടും ഇങ്ങനെ എ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും നമുക്കൊരു കീ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കൈ മാറ്റണമെന്നാണ് പറയുന്നത്. ബാക്ക് സ്പേസ് കീ ഈസ് യൂസ്ഡ് ടു എറേസ് എനിത്തിങ് ടൈപ്ഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കഴ്സർ. ബാക്ക് സ്പേസ് കീ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്താ ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യുന്നത്. ക്യാപ്സ് ലോക്ക് കീ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപ്സ് ലോക്ക് കീ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനായിട്ടാണ്. ഡിലീറ്റ് കീ ഈസ് യൂസ്ഡ് ടു എറേസ് എനിത്തിങ് ടൈപ്ഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ കഴ്സർ. കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് എറേസ് ചെയ്യാനായിട്ട് നമ്മൾ ഡിലീറ്റ് കീ യൂസ് ചെയ്യുന്നു. ആരോ കീസ് ആർ യൂസ്ഡ് ടു മൂവ് ദ കഴ്സർ ഓൺ ദ സ്ക്രീൻ. ആരോ കീസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കഴ്സർ നീക്കാനായിട്ടാണ് ആരോ കീസ് ഉപയോഗിക്കുന്നത്. ആരോ കീസ് നമ്മൾ പഠിച്ചില്ലേ, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മുകളിലേക്കും താഴേക്കും ഒക്കെ നമ്മൾ എന്താ കഴ്സർ നീക്കാൻ വേണ്ടിയിട്ടാണ് ആരോ കീസ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നിങ്ങൾ എന്താണ്, നമുക്ക് എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും നന്നായിട്ട് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം കീബോർഡിനെ കുറിച്ച്. ഓക്കെ ചിൽഡ്രൻ, ബൈ. എല്ലാവരും കഴ്സീവ് റൈറ്റിംഗ് എഴുതാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണല്ലേ. എല്ലാവരും ടീച്ചർ ഇത്രയും ദിവസം പഠിപ്പിച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് ടീച്ചർ കറക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അത് അതുപോലെ ചെയ്യുക. ഇനി നമുക്ക് ആ 2 ലെറ്റേഴ്സും വേണം. Y and Z ആണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും A മുതൽ Z വരെ കറക്റ്റായിട്ട് ഒരു 2 ടൈംസ് നിങ്ങളുടെ ബുക്കിൽ എഴുതാം കേട്ടോ. നമുക്ക് ഇന്ന് കാണിച്ചു തരാം ടീച്ചർ. ഇതത്ര അക്ഷരങ്ങളും എല്ലാവരും ഒറ്റയ്ക്ക് എഴുതി പഠിച്ചു, കണക്ട് ചെയ്ത് എഴുതി പഠിച്ചു. ഇനി Y നോക്കി എങ്ങനെയാണ് എഴുതുന്നത് ടീച്ചർ കാണിച്ചു തരാം. എല്ലാവരും പഠിച്ചാണ് എഴുതണേയും Z. ഇനി Y and Z കണക്ട് ചെയ്ത് എഴുതുന്നത് Y Z. ഇത്രയും Y and Z ഹാങ്ങിങ് ലെറ്റേഴ്സ് ആണ്. താഴത്തെ 3 ലൈൻ ടച്ച് ചെയ്തിട്ടാണ് എഴുതാനുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ആ 4 ലൈൻ എഴുതുന്നത് നോക്കിയിട്ട് എല്ലാവർക്കും ഇന്നത്തെ ഹോംവർക്ക്, ഇന്ന് ഫ്രൈഡേ ആണ്, അധികം ഹോംവർക്ക് ഒന്നും ഉണ്ടാവില്ല. A to Z 2 ടൈംസ് നല്ല നീറ്റായിട്ട് എല്ലാവരും എഴുതുക. ഓക്കെ, ആൾ ഓഫ് ടേക്ക് ഇംഗ്ലീഷ് നോട്ട്ബുക്ക് ഇതാ നോക്കൂ. Y ഒന്നുകൂടെ കാണിക്കാം. Y Z. ഇത് ഈ 2 ലെറ്ററും താഴത്തെ 3 ലൈൻ ഉണ്ടോ, എന്നിട്ട് അത് കണക്ട് ചെയ്ത് എങ്ങനെയാണ് എഴുതുന്നത് നോക്കൂ. Y ഇത്ര എഴുതിയതിന് ശേഷം എല്ലാവരും ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റ് A to Z 2 ടൈംസ് നിങ്ങളുടെ 4 ലൈൻ ബുക്കിൽ നല്ല നീറ്റായിട്ട് എഴുതുക.
ടീച്ചർ എന്നിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ ഇത് ടീച്ചർ TP പോലെ എഴുതും, തനിയെ എഴുതാനായിട്ട്. എല്ലാവരും റെഡി ആയിട്ടിരിക്കണം കേട്ടോ. എല്ലാവരും ചെയ്യുമല്ലോ. A to Z ഇതുപോലെ നല്ല നീറ്റായിട്ട് എല്ലാവരും എഴുതുക. എഴുതി ടീച്ചറിന് അയച്ചു തരാം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച മുതൽ നമുക്കിതിൻ്റെ വേർഡ്സ് എഴുതി തുടങ്ങാം. ഓക്കെ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഓക്കെ, നമുക്ക് പഠിക്കാം. നമുക്ക് മലയാളമാണ് പഠിക്കേണ്ടത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഭീമൻ പഴം എന്ന് പറയുന്ന അല്ലെ, ചക്കപ്പഴം എന്ന് പറയുന്ന പാഠമായിരുന്നു ഭീമൻ പഴം അല്ലെ. യെസ്, അതിലെ TP നമുക്കിത് നടത്താം. പുതിയ പാഠമാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. അതിന് മുമ്പേണ് ടീച്ചർ ഇത് പറയുന്നത്. TP നമുക്ക് വരുന്ന കമ്മിങ് മൺഡേ നമ്മുടെ ഭീമൻ പഴം എന്ന ലെസണിലെ TP ആണ് കേട്ടോ. എല്ലാ മക്കളും നല്ലതുപോലെ പഠിക്കുക. പഠിച്ചിട്ട് തിങ്കളാഴ്ച TP എഴുതാൻ തയ്യാറാവണം കേട്ടോ. ഓക്കെ, നമുക്കിന്ന് പുതിയ പാഠം പഠിക്കേണ്ടത്, നെക്സ്റ്റ് പഠിക്കേണ്ട പാഠം പൂന്തോട്ടം എന്ന് പറയുന്ന പാഠം. പൂന്തോട്ടം എന്ന് പറയുന്ന പാഠമാണ്. കുട്ടികളെല്ലാം ചേർന്ന് സ്കൂളിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി. അങ്ങനെ അവിടെ ആ ടീച്ചറിനോട് സംസാരിക്കുകയും കുട്ടികൾ പൂന്തോട്ടം നനയ്ക്കുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പൂന്തോട്ടത്തിലേക്ക് ചെയ്യുന്ന ആ ഒരു പാഠമാണ്. എന്നിട്ടോ ടീച്ചർ ഒരു കഥ പറയുകയാണ്. ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്ന ഒരാളുടെ കഥ പറയുകയാണ്. ചിത്രാംഗദൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിനടുത്തൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ പൂന്തോട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പാഠഭാഗമായിട്ട് ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാം, ടെക്സ്റ്റ് വായിക്കാം. അതിനു മുമ്പായിട്ട് ടെക്സ്റ്റ് പാഠത്തിൽ നിന്നും കുറച്ച് ഹാർവേഡ്സ് ഉണ്ട്. ടീച്ചർ അത് ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടേക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വായിക്കാൻ പോവുകയാണേ. ഓക്കെ, ചിത്രാംഗദൻ പൂന്തോട്ടം സങ്കടം അത്ഭുതം. അത്ഭുതം എന്ന് നമ്മൾ പറയുന്നത് തന്നെയാണ്. എഴുതുന്നതാണ് അത്ഭുതം, വായിക്കുന്നത് അത്ഭുതം കേട്ടോ. ചിത്രാംഗദൻ പൂന്തോട്ടം സങ്കടം അത്ഭുതം. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. പാഠം 5 പൂന്തോട്ടം. കുട്ടികളെല്ലാം ചേർന്ന് സ്കൂളിൽ സുന്ദരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി. നേരത്തെ എത്തുന്ന കുട്ടികൾ ചെടികൾ നനയ്ക്കുകയും വൈകിപ്പോകുന്ന കുട്ടികൾ പൂന്തോട്ടം വൃത്തിയാക്കുകയും ചെയ്തു. പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കൾ വിരിഞ്ഞു. പൂമ്പാറ്റകൾ എത്തി. ടീച്ചർ അപ്പോൾ അവരോട് ഒരു കഥ പറഞ്ഞു. എന്താണ് കഥയാണെന്ന് നമുക്ക് നോക്കാം. ഏത് കഥയാന്ന് കേട്ടോ. ഒരു ഗ്രാമത്തിൽ ചിത്രാംഗദൻ എന്നു പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു. അയാളുടെ വീടിനോട് ചേർന്ന് ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. പഴങ്ങളും പൂക്കളും പൂമ്പാറ്റകളുമുള്ള ആ തോട്ടത്തിൽ ധാരാളം കുട്ടികൾ കളിക്കാൻ വരാറുണ്ട്. ഒരിക്കൽ ചിത്രാംഗദന് പൂക്കൾ പറിക്കുന്ന കുട്ടികളോട് ദേഷ്യം തോന്നി. അയാൾ അവരെയൊക്കെ പേടിപ്പിച്ചോടിച്ചു. കുട്ടികൾ തോട്ടത്തിൽ കടക്കാതിരിക്കാൻ അയാൾ അതിനു ചുറ്റും മതിൽ കെട്ടി ബലമുള്ള വാതിലും പിടിപ്പിച്ചു. പഴങ്ങളും പൂക്കളും പറിക്കാനും പൂമ്പാറ്റകളെ പിടിക്കാനും കൊതിച്ചുകൊണ്ട് കുട്ടികൾ പിന്നെയും തോട്ടത്തിനരികെ വരെ വന്നു. പക്ഷേ മതിലും പൂട്ടിയ വാതിലും കണ്ട അവർ നിരാശരായി മടങ്ങി. അക്കൊല്ലം പൂക്കാലമായിട്ടും ചിത്രാംഗദൻ്റെ പൂന്തോട്ടത്തിൽ ഒറ്റ പൂവും ഉണ്ടായില്ല, പഴങ്ങളും ഉണ്ടായില്ല. പൂമ്പാറ്റകൾ എത്തി നോക്കിയതുമില്ല. അയാൾക്ക് സങ്കടം തോന്നി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു കുട്ടി എങ്ങനെയോ ആ തോട്ടത്തിൽ കടന്നുകൂടി. അവൻ ഒരു മരക്കൊമ്പിൽ കയറിയിരുന്നു. വൈകാതെ ആ മരം നിറയെ പൂക്കളുണ്ടായി, പഴങ്ങളുണ്ടായി. പൂമ്പാറ്റകളും വന്നെത്തി. ഒരു മരത്തിൽ മാത്രം പൂക്കളും പഴങ്ങളും ഉണ്ടായതുകൊണ്ട് ചിത്രാംഗദൻ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് അയാൾ മരത്തിൽ കയറിയിരുന്ന കുട്ടിയെപ്പറ്റി ഓർത്തത്. മരത്തിൽ പൂവുണ്ടായതിൻ്റെ കാരണം ആ കുട്ടിയാണെന്ന് ചിത്രാംഗദന് മനസ്സിലായി. ഉടനെ അയാൾ പൂന്തോട്ടത്തിലേക്ക് കുട്ടികളെ എല്ലാം വിളിച്ചു വരുത്തി. അതോടെ മരങ്ങളെല്ലാം വീണ്ടും പൂവിട്ടു. കണ്ടോ, നോക്കിയേ കുട്ടികൾ. ചിത്രാംഗദൻ എന്ന് പറയുന്ന ആളാണ് ഇതിലെ മെയിൻ കഥാപാത്രം കേട്ടോ. ചിത്രാംഗദൻ്റെ പൂന്തോട്ടമാണ് അല്ലേ നോക്കാം. നമുക്ക് നീറ്റായിട്ട് എല്ലാവരും ഒരിക്കൽ കൂടി വായിക്കണം കേട്ടോ. ഹാർവേഡ്സ് ഉണ്ട്. നോട്ട്ബുക്ക് എടുക്കുക. ടേക്ക് എ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. പാഠം 5 പൂന്തോട്ടം. ചിത്രാംഗദൻ പൂന്തോട്ടം സങ്കടം അത്ഭുതം. ചിത്രാംഗദൻ പൂന്തോട്ടം സങ്കടം അത്ഭുതം. ഇത്രയും വേർഡ്സ് ഉള്ളൂ. ഹാർഡ് വേർഡ്സ് നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ ഈ നോട്ട്. മോർണിംഗ് എവരിവൺ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നല്ലോ അല്ലേ? നമുക്ക് പഠിക്കാം. സയൻസിൽ നമുക്കിന്ന് പഠിക്കേണ്ടത് ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് ദെയർ കെയർ. എന്താണ്
പ്രീവിയസ് ക്ലാസ് നമ്മൾ പഠിച്ചു ഫുഡ് ചെയിൻ അല്ലേ, ഫുഡ് ചെയിൻ വരെ പഠിച്ച് നിർത്തിയിരിക്കുകയാണ്. ഭക്ഷ്യ ശൃംഖല പഠിച്ചു. ഇന്ന് പഠിക്കുന്നത് ഡൊമസ്റ്റിക് അനിമൽസ്. നമ്മുടെ വളർത്തു മൃഗങ്ങളെന്ന് പറയുന്നത് നമുക്ക് വലിയ പെറ്റായിട്ടുള്ള മൃഗങ്ങളുമുണ്ട്, അവർ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട് അല്ലേ. യെസ്, അപ്പൊ ആ വളർത്തു മൃഗങ്ങളെ ഡൊമസ്റ്റിക് ആനിമൽസിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം അല്ലേ, അവർക്ക് ആവശ്യമുള്ള പോഷകഘടകമുള്ള ആരോഗ്യം നിലനിർത്തുന്നതുമായ ഹെൽത്തി ഫുഡ്സ് നൽകണം എന്നതൊക്കെ കുറിച്ചുള്ള ഒരു പോർഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. ആ പോർഷൻസിൽ നിന്നും നമുക്ക് കുറച്ച് ഹാർഡ് വേർഡ്സ് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നു, അത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, എല്ലാവരും നോക്കി ബ്ലാക്ക് ബോർഡിൽ നോക്കേ എല്ലാവരും. ഓക്കെ ഓക്കെ, ലെസൺ 5 ഈറ്റിംഗ് ഹാബിറ്റ്സ് ഓഫ് അനിമൽസ് എന്ന ലെസണിലെ പോർഷനാണ് ഡൊമസ്റ്റിക് അനിമൽസ് ആൻഡ് ദെയർ കെയർ. വളർത്തു മൃഗങ്ങളും അവയുടെ പരിപാലനവും. ഫസ്റ്റ് വൺ, ഡൊമസ്റ്റിക് ന്യൂട്രീഷ്യസ് ഹൈജീനിക് ഷെൽട്ടേഴ്സ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ വായിക്കുന്നു. ഡൊമസ്റ്റിക് ന്യൂട്രീഷ്യസ് ഹൈജീനിക് ഷെൽട്ടേഴ്സ്. ഡൊമസ്റ്റിക് DOMESTIC ഡൊമസ്റ്റിക്. ന്യൂട്രീഷ്യസ് NUTRITIOUS ന്യൂട്രീഷ്യസ്. ഹൈജീനിക് HYGIENIC ഹൈജീനിക്. ഷെൽട്ടേഴ്സ് SHELTERS ഷെൽട്ടേഴ്സ്. അപ്പോൾ ഇത്രയും ഹാർഡ് വേർഡ്സ് ആണ്. നമുക്ക് ഈ ടെക്സ്റ്റ് വായിക്കാം. Okay children, all of you take your text, page number 114. Domestic animals and their care. Domestic animals and their care. വളർത്തു മൃഗങ്ങളും അവരുടെ പരിപാലനവും ആണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടുന്ന പോർഷൻ കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ എല്ലാവരും, ശ്രദ്ധിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. Domestic animals like cows, oxen, camels, horses, donkeys, goats and sheep help us by doing work for us. ഡൊമസ്റ്റിക് ആനിമൽസ് ആയ വീട്ടിൽ വളർത്തു മൃഗങ്ങളായ ആരൊക്കെയാ നോക്കിയേ. കൗസ് അല്ലേ, അറിയാം. കൗസ്, ഓക്സൺ, ക്യാമൽസ്, ഹോഴ്സസ്, ഡോങ്കീസ്, ഗോഡ്സ് ആൻഡ് ഷീപ്പ് എല്ലാം നമ്മെ തുടങ്ങിയ വളർത്തു മൃഗങ്ങൾ എന്താണ്, നമ്മെ സഹായിക്കുന്നു അല്ലേ. ഹെൽപ്പേഴ്സ് ഡൂയിങ് വർക്ക് ഫോർ us, നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അവർ നമ്മെ സഹായിക്കുന്നു. Therefore, it is our duty to look after them and take good care of them. അതിനാൽ നമ്മൾ ആ വളർത്തുമൃഗങ്ങളെ എന്ത് ചെയ്യണം, നല്ലതുപോലെ പരിപാലിക്കുകയും നല്ലതുപോലെ നോക്കുകയും ചെയ്യണം അല്ലേ, കെയർ ചെയ്യണം. യെസ്, we should feed them with healthy, nutritious and hygienic food to keep them fit and fine. എന്താണ് പറയുന്നത്, നമ്മൾ അവരെ നോക്കണം. അതേപോലെ തന്നെ എന്തോന്നാണ്, we should feed them with healthy, ആരോഗ്യമുള്ളതും, ന്യൂട്രീഷ്യസ് പോഷകപ്രദവും, ഹൈജീനിക് ശുചിത്വമുള്ളതുമായ ഫുഡ് കൊടുത്തുകൊണ്ട് അവർക്ക് നമ്മൾ അവരെ പരിപാലിക്കണം. ആ ഫുഡ് കൊടുക്കണം, അവർക്ക് ഫുഡ് കൊടുത്ത് ഫിറ്റ് ആൻഡ് ഫൈൻ, നല്ല ആരോഗ്യത്തോടെ അവരെ നോക്കണം. Their shelters should be cleaned regularly. അവരുടെ ഷെൽട്ടേഴ്സ് അല്ലേ, അവരുടെ പാർപ്പിടങ്ങൾ should be cleaned and regularly, പതിവായി ക്ലീൻ ചെയ്യണം, പതിവായി ക്ലീൻ ചെയ്ത് കൊടുക്കണം. Proper treatment should be given to sick animals. രോഗികളായ മൃഗങ്ങൾക്ക് ശരിയായ ചികിത്സ നൽകണം. We should always be kind to our domestic animals. എപ്പോഴും നമ്മളുടെ വളർത്തു മൃഗങ്ങളെ നമ്മൾ എന്തോന്ന് ചെയ്യണം, അവരോട് ദയ കാണിക്കണം. Always be kind to our domestic animals. 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 Okay, all of you take your notebook. Today's date and day, write today's date and day. Then hard words: domestic, nutritious, hygienic, shelters. Domestic, nutritious, hygienic, shelters.